ഹലോ എവരി വൺ, ഇറ്റ്സ് മീ അനീസ്. നമ്മൾ ഇന്ന് അൺബോക്സിങ് ചെയ്യണത് ഒരു ട്രൈപോഡാണ്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും വീഡിയോഗ്രാഫിയുടെയും ഫോട്ടോഗ്രാഫിയുടെ ഒക്കെ പിന്നാലെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ സാധാരണ ഇതുപോലെ കയ്യിൽ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കും. പക്ഷേ ഇതിനൊക്കെ ഒരു പരിമിതി ഉണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി അഡ്വാൻസ് ലെവലിൽ പോകണമെന്നുണ്ടെങ്കിൽ ഒരു ട്രൈപോഡ് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ പല ബ്രാൻഡിൽ, പല ക്വാളിറ്റിയിൽ, പല പ്രൈസിലായിട്ടുള്ള ഒരുപാട് ട്രൈപോഡ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഏതൊരു ട്രൈപോഡ് എടുക്കുന്നുള്ള ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ നമുക്കൊരു അഫോർഡബിൾ റേറ്റിൽ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ട്രൈപോഡാണ് ആവശ്യമുള്ളത്. അതും ഒരു മീഡിയം സൈസ് ആയിരിക്കും നമുക്ക് ഏറ്റവും നല്ലത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ട്രൈപോഡാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ട്രൈപോഡാണ് നമ്മൾക്ക് ഇന്ന് അൺബോക്സിങ് ചെയ്യാനുള്ളത്. ഇതാണ് ഞാനിവിടെ ഉപയോഗിക്കുന്ന ട്രൈപോഡ്. ദുബായിലാണ് ഞാനത് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ 120 ദിർഹംസാണ് വില വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിലെ പ്രൈസ് നോക്കുകയാണെങ്കിൽ 2500 രൂപയുടെ റേഞ്ച് വന്നിട്ടുണ്ട്. പിന്നെ ഇതൊരു മീഡിയം സൈസിലുള്ള ഒരു ട്രൈപോഡാണ്. ഇതിൻ്റെ ഹൈറ്റ് നോക്കുകയാണെങ്കിൽ 66 സെൻറ്റിമീറ്റർ ആണ്. അതായത് 2.2 ഇഞ്ച് സൈസിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചുരുക്കി വെച്ചിട്ടുള്ള ഒരു ഹൈറ്റ്. ഇത് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 167 സെൻറ്റിമീറ്റർ വരെ ഹൈറ്റ് വരും. അതായത് 5 അടി 6 ഇഞ്ചിലുള്ള ഹൈറ്റിൽ നമുക്ക് കിട്ടും. അപ്പോൾ എൻ്റെ സെയിം പൊക്കത്തിൽ എന്തായാലും ഇത് വരും. പിന്നെ ഇതിൻ്റെ വെയിറ്റ് പറയുകയാണെങ്കിൽ 3 കിലോയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കൊണ്ടടക്കാനൊക്കെ വളരെ കംഫർട്ടബിൾ ആണ്. ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു ക്യാരേജ് ബാഗ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ട്രാവൽ ചെയ്യാനൊക്കെ വളരെ ഈസിയാണ്. പിന്നെ ഇതിൻ്റെ ലോഡിങ് കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ 3 കിലോ ആണ്. 3 കിലോ വരെയുള്ള ക്യാമറ നമുക്ക് ഇതിൽ ലോഡ് ചെയ്യാൻ പറ്റും. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഫുൾ ഹൈറ്റിലുള്ള ഫോട്ടോ ആണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് അൺബോക്സിങ് ചെയ്തിട്ട് ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് നോക്കാം. ഇപ്പോൾ നമ്മുടെ ട്രൈപോഡ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ക്യാരേജ് ബാഗിലാണ് വന്നിട്ടുള്ളത്. നല്ല നൈസായിട്ടുള്ള ഒരു ബാഗാണ്. നമുക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ ഷോൾഡറിൽ ബാക്ക് പാക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് എന്തായാലും ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ട്രൈപോഡ് തന്നെയാണ്. ഒരു അൺബോക്സിന് വേണ്ടി ഞാൻ വീണ്ടും പാക്ക് ചെയ്യുന്നുള്ളൂ. നമുക്കിതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെ നോക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫാൻ ഹെഡ് എന്ന് പറയുന്നത്. ഇത് 3-വേ ഫ്ലൂയിഡ് ലെവൽ ഫാൻ ഹെഡാണ്. നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇത് അപ്പ് ആൻഡ് ഡൗൺ സൈഡിലേക്കുള്ള റൊട്ടേറ്റിങ്, അതുപോലെ സൈഡ് വൈസ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക. പിന്നെ അത് കൂടാണ്ട് നമുക്ക് സൈഡിൽ ഇതുകൂടി നമുക്ക് ഓപ്പണാക്കി ഇതുകൂടി നമുക്കിങ്ങനെ ഓപ്പണാക്കാൻ പറ്റും. അതാണ് 3-വേ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇനി മറ്റൊരു സവിശേഷത എന്ന് വെച്ചാൽ ഇതിൻ്റെ ക്വിക്ക് റിലീസ് ആയിട്ടുള്ള ഒരു പ്ലേറ്റ് ആണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെയാണ് നമ്മളെ ക്യാമറയും മൊബൈൽസൊക്കെ നമ്മൾ ഫിറ്റ് ചെയ്യണത്. അപ്പോൾ ഈ ലോക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്ലേറ്റ് നമുക്ക് സെപ്പറേറ്റ് ഊരിയെടുക്കാൻ പറ്റും. അതിനുശേഷം നമുക്ക് ഇവിടെ ക്യാമറയോ അല്ലെങ്കിൽ മൊബൈൽ ഫോണോ എന്തെങ്കിലുമൊക്കെ കണക്ട് ചെയ്ത് വെക്കാൻ പറ്റും. അതിനുശേഷം നമുക്ക് വീണ്ടും ഇതിലേക്ക് ലോഡ് ചെയ്യണമെങ്കിൽ വളരെ എളുപ്പമാണ്. ജസ്റ്റ് ഇതിൽ വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ ലോക്കായി. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള മൊബൈൽ നമുക്ക് ഇതിൽ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ലോക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മൊബൈൽ കണക്ട് ചെയ്യാൻ സെപ്പറേറ്റ് ഒരു ഹോൾഡർ ഇതിൻ്റെ ഒപ്പം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഹോൾഡർ ഇതിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഹെഡ് ഇതുപോലെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നേരെ ഇവിടെയൊക്കെ ഒന്ന് ലോഡ് ചെയ്ത് വെച്ചെടുത്താൽ മതി. ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലോക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ സ്ട്രോങ് ആയിട്ട് ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് റൊട്ടേറ്റ് ചെയ്തൊക്കെയാണ് സുഖമാണ്. നമുക്ക് ഈ രീതിയിലാണെങ്കിൽ കണക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് തിരിക്കുന്നുണ്ടെങ്കിൽ ഊരെടുത്തിട്ട് വീണ്ടും ഇതുപോലെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഡയറക്ഷനിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് മറ്റൊരു പ്രത്യേകത വെച്ചാൽ ഇതിങ്ങനെ നമുക്ക് വെർട്ടിക്കൽ രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് സ്റ്റാൻഡിലെ ലെവൽ നോക്കാനായിട്ട് 2 ബബിൾ ലെവലാണ് വന്നിട്ടുള്ളത്. ഒരെണ്ണം നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വേറെ എണ്ണം നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ മുകളിലും ഒരു ബബിൾ ലെവൽ വന്നിട്ടുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ട്രൈപോഡ് ഇതുപോലെ ക്യാരി ചെയ്യാനൊക്കെ എളുപ്പമാണ്. ഇതിൻ്റെ മോഡൽ നമ്പർ ഇവിടെ സ്റ്റിക്കറിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറൊരു പ്രത്യേകത വെച്ചാൽ നമുക്കിത് എക്സ്റ്റെൻഡബിൾ ആണ്.
ഇതിൻ്റെ പാൻ ഹെഡിൻ്റെ ഭാഗം നമുക്കൊരു ഗിയർ ടൈപ്പ് അസംബ്ലിയാണ്. നമുക്കിതുപോലെ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഇനി ഇതിൻ്റെ ലെഗ് നോക്കുകയാണെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള അലുമിനിയം ലെഗാണ്. അതുകൊണ്ടാണ് നമുക്ക് ലൈറ്റ് വെയിറ്റ് ആയിട്ട് വന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ലെഗ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ലോക്കാണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് മാത്രം മതി. നമുക്ക് 2 സ്റ്റെപ്പായിട്ട് ഇതുപോലെ ലെഗ് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ഇതിൻ്റെ ഫീറ്റ് നോക്കുകയാണെങ്കിൽ അതിനൊരു പ്രത്യേകത ഉണ്ട്. ഇത് റബ്ബറിൻ്റെ ഫീറ്റാണ് വന്നിട്ടുള്ളത്. അത് നമുക്ക് നമ്മളെ ലെവൽ അനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ആവുന്ന രീതിയിലുള്ള സെറ്റിംഗ് ആണ് ഇതിൽ വന്നിട്ടുള്ളത്. ഈ വീഡിയോനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും ബൈ.